ഉറക്കം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കുന്നവരാണ് പുതിയ തലമുറ. ജോലിയുടെ സമ്മർദ്ദവും OTT പ്ലാറ്റ്ഫോമുകളിലെ അമിതമായ സ്ക്രീൻ സമയവും അനാരോഗ്യകരമായ ഭക്ഷണശീലവും ഉറക്കമില്ലായ്മയിലേക്ക് നയിക്കുന്നു. ഇത് ശരീരഭാരം വർദ്ധിക്കുന്നതിനും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന അവസ്ഥയ്ക്കും കാരണമാകുന്നു. നിങ്ങൾ ശാന്തമായി ഉറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങളുടെ പങ്കാളി ഉച്ചത്തിലുള്ള കൂർക്കം വലി തുടങ്ങും. ഇത് കൂടെ കിടക്കുന്ന ആളിന്റെ ഉറക്കം പൂർണ്ണമായും നശിപ്പിക്കുന്നു. പുലർച്ചെ 3 മണിക്ക് പങ്കാളി ശ്വാസത്തിനായി പിടയുന്നതും ശ്വാസം മുട്ടുന്ന ശബ്ദങ്ങളുണ്ടാക്കുന്നതും കേട്ട് ഉണർന്നിരിക്കുന്നത് എത്രത്തോളം റൊമാൻറ്റിക് ല്ലേ? പുരുഷന്മാരിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നതെങ്കിലും കൂർക്കംവലി പുരുഷന്മാർക്ക് മാത്രമുള്ള ഒരു പ്രശ്നമായി കണക്കാക്കുന്നത് സ്ത്രീകൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ തെറ്റിദ്ധാരണ കാരണം മിതമായതോ കഠിനമായതോ ആയ സ്ലീപ്പ് അപ്നിയ ഉള്ള 92% സ്ത്രീകളും രോഗനിർണയം നടത്തപ്പെടാതെയോ ചികിത്സിക്കപ്പെടാതെയോ പോകുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ഈ ധാരണയ്ക്ക് പിന്നിൽ ചില ജീവശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. ശാരീരിക ഘടനയിലെ വ്യത്യാസങ്ങൾ കാരണം സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് കൂർക്കം വലിക്കാൻ സാധ്യത കൂടുതൽ. പുരുഷന്മാരുടെ ശ്വാസനാളത്തിന് എയർ പാസേജസിന് വീതി കുറവായതാണ് ഇതിനൊരു പ്രധാന കാരണം. പഠനങ്ങൾ പ്രകാരം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ സ്ത്രീകളെക്കാൾ കൂടുതൽ കാണപ്പെടുന്നത് പുരുഷന്മാരിലാണ്. രാവിലെയുള്ള റൊമാൻറ്റിക് നിമിഷങ്ങളെല്ലാം മറന്നേക്കുക. വായ വരളുക, തൊണ്ടവേദന, വിട്ടുമാറാത്ത രാവിലെയുള്ള തലവേദന എന്നിവയുമായാണ് കൂർക്കം വലിക്കുന്നയാൾ ഉണരുന്നത് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. രാത്രി മുഴുവൻ ഓക്സിജനു വേണ്ടി പോരാടിയതിനാൽ തലച്ചോറിലെ രക്തക്കുഴലുകൾ വികസിക്കുകയും അത് നെറ്റിക്കും നെറ്റിത്തടത്തിനും ചുറ്റും കഠിനമായ വേദനയുണ്ടാക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഇത് നിങ്ങളുടെ പങ്കാളിയെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുന്നു. മോശമായ ഉറക്കം മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും പെട്ടെന്നുള്ള ദേഷ്യത്തിനും മൂഡ് സ്വിങ്സിനും കടുത്ത സമ്മർദ്ദങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു. ഒടുവിൽ ഇത് നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കും. സ്ലീപ്പ് അപ്നിയയും അതുമൂലമുള്ള ഉറക്കമില്ലായ്മയും ദൈനംദിന ജീവിതം, ജോലി, ബന്ധങ്ങൾ എന്നിവയെ പൂർണ്ണമായും തളർത്തുമെന്ന് വിദഗ്ധർ എടുത്തു പറയുന്നു. കൂർക്കം വലിക്കാത്ത പങ്കാളി നിരന്തരമായ ശബ്ദം കാരണം ക്ഷീണിതനും അസ്വസ്ഥനുമായി മാറുന്നു. അതേസമയം കൂർക്കം വലിക്കുന്നയാൾക്ക് ഒന്നിലും താൽപ്പര്യമില്ലായ്മ, മുൻകോപം, അക്ഷമ എന്നിവ അനുഭവപ്പെടുന്നു. രാത്രിയിലെ ഈ ശല്യം വളരെ വേഗം തന്നെ വിഷാദരോഗത്തിനും പരസ്പരമുള്ള വൈകാരിക അകൽച്ചയ്ക്കും വഴിയൊരുക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണം ആശയവിനിമയത്തിന്റെ അഭാവമാണെന്നോ നക്ഷത്രപ്പൊരുത്തമില്ലാത്തതാണെന്നോ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് നിങ്ങളുടെ പങ്കാളിക്ക് തടസ്സമില്ലാതെ ശ്വസിക്കാൻ ചികിത്സ ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കുക. ആധുനിക കാലത്ത് നിങ്ങളുടെ വിവാഹജീവിതം രക്ഷിക്കാൻ ചിലവേറിയ കപ്പിൾസ് തെറാപ്പിയുടെ ആവശ്യമില്ലായിരിക്കാം. പകരം ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത ഈ കൂർക്കം വലി ചികിത്സിച്ചാൽ മാത്രം മതിയാകും. കൂർക്കം വലി വെറുമൊരു ശല്യമാണോ അതോ ദാമ്പത്യം തകർക്കുന്ന വില്ലനാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ പറയാം.